നമസ്കാരം. രാജേഷ് ജി, അവസാന ലാപ്പിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ്. അതെ അതെ, പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ ലാസ്റ്റ് റൗണ്ടാണ്. ഓരോ മണിക്കൂറും കുട്ടിക്കലാശത്തിന് ഇനി തികച്ച് 24 മണിക്കൂറില്ല. നിർണായകം, ഓരോ മണിക്കൂറും നിർണായകമാണ്, ഓരോ മിനിറ്റും നിർണായകം. അതെ, എന്താണ് നമുക്ക് ഈ ലാസ്റ്റ് റൗണ്ടിൽ നമുക്കൊരു ഒന്ന് മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ എന്താണ്? ഈ പല മണ്ഡലങ്ങളിലും ലാസ്റ്റ് ആ മണിക്കൂറുകളിലാണ് ഏതാണ്ടൊരു ഒരു ഓളം ഉണ്ടാകുന്നത്. ഒരു നമ്മുടെ കടലിൽ തിര, അപ്രതീക്ഷിതമായിട്ടൊരു വലിയ തിര അടിച്ചു വരുന്നത് പോലെ ഒരു വേവ്, ആ വേവ് ഉണ്ടാകുന്ന ഒരു വലിയ കൊടുങ്കാറ്റ് വീശുന്ന പോലെയൊക്കെ ഒരു വേവ്, ആ ലാസ്റ്റ്. അപ്പം അതിലാണ് നിർണായകം. നിശബ്ദ പ്രചരണ ആ 42 മണിക്കൂർ ഇല്ല, ഇതൊരു കൊട്ടിക്കലാശം വരെ ഒരു ഇളക്കം, ഒരു അടിയൊഴുക്ക് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പലയിടത്തും ഇപ്പം നമ്മൾ നിയമം വിടുന്നു, നമ്മളെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിയമമാണല്ലോ. കഴക്കൂട്ടത്ത് ഇപ്പം കോൺഗ്രസ് സ്ഥാനാർത്ഥി തനിക്ക് ജീവന് ഒരു ഭീഷണി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പരാതി കൊടുത്തിട്ട് ഒരു സെന്റിമെന്റൽ അപ്രോച്ചാണ്. ആർക്കെതിരെയാണെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. പ്രവർത്തനം വർദ്ധിക്കുന്നു ആരോഗ്യമോ, അപ്പോൾ അവിടെ അതെ 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 അപ്പോൾ നമ്മുടെ അവിടെ വി മുരളീധരൻ്റെ ആണ്ടൊക്കെ റോഡ് ഷോ അടക്കം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ അതെ. അപ്പം ഇവർക്ക് അവസാന റൗണ്ടിൽ BJP നല്ല രീതിയിൽ അവിടെ സ്കോർ ചെയ്യുന്നു. അതെ, ബൂത്ത് ലെവലിലെ കണക്കുകളൊക്കെ ഇവർക്കെല്ലാം കിട്ടും. കാരണം സ്വന്തം കണക്ക് മാത്രമല്ല, അത് മുമ്പായിരുന്നു. ഇപ്പം എതിർ പാർട്ടിക്കാരുടെ ആ കണക്കാണ് അവരെടുക്കുന്നത്. ഓരോ ബൂത്തിലും അവർക്കെത്ര കിട്ടും എന്നിട്ട് വേണം ഇവിടുന്ന് കൂട്ടിക്കിഴിക്കാനായിട്ട്. പല മണ്ഡലങ്ങളിലും അടിയൊഴുക്കുകൾ ശക്തമാണ്. കാരണം മാറ്റം ഏതാണ്ട് 30 മണ്ഡലങ്ങളിൽ ഫലം പ്രവചനാതീതമാണ്. അതെ, വളരെ നിർണായകമാണ് 30 മണ്ഡലങ്ങൾ. അത് ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലങ്ങളുണ്ട്. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയില്ല. ഇപ്പോൾ കഴക്കൂട്ടത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അവിടെ BJPയും CPMഉം നേരിട്ട് ഏറ്റുമുട്ടുകയാണ്. അവിടെ സത്യത്തിൽ UDFന് വലിയ പ്രസക്തി ഉണ്ടെന്ന് പ്രചാരണ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നുന്നില്ല. ഇനി മണ്ഡലത്തിൽ വോട്ടർമാരുടെ ഇടയിൽ കോൺഗ്രസിന് അനുകൂലമായൊരു അടിയൊഴുക്കുണ്ടോ എന്ന് നമുക്ക് വ്യക്തവുമല്ല, പുറമേ കാണാനില്ല. അങ്ങനെ സംഭവിക്കുമായിരിക്കാം. പക്ഷെ നിയമത്തെടുക്കുമ്പോൾ അങ്ങനെയല്ല. തുടക്കത്തിൽ BJPയും CPMഉം തമ്മിലായിരുന്നു ഏറ്റുമുട്ടലെങ്കിൽ പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നോമിനേഷനൊക്കെ കൊടുത്ത് സംഗതി ചൂടായി വന്നപ്പോൾ ശബരിനാഥും കളം പിടിച്ചു. ശബരിനാഥ് അത്ര മോശക്കാരനല്ല, കളം പിടിച്ചു. ഒരു ചെറുപ്പക്കാരൻ. കോൺഗ്രസ്സിന് സംഘടനാപരമായ വലിയ ദൗർബല്യം അവിടെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം അതിജീവിക്കുന്ന തരത്തിലുള്ളൊരു പ്രവർത്തനം അവിടെ നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞു, UDFന് കഴിഞ്ഞു എന്നുള്ളതൊരു സത്യമാണ്. വൈകി ഓടിക്കയറുന്നൊരു സ്വഭാവമാണ് തീർച്ചയായിട്ടും. അവിടെ സത്യത്തിൽ ആ നേരത്തെ 2 ധ്രുവങ്ങളിലായിട്ട് നിന്ന മത്സരം, BJP CPM എന്ന 2 ധ്രുവങ്ങളിലായിട്ട് നിന്ന മത്സരം ത്രികോണപ്പോരിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല മണ്ഡലങ്ങളിലും മാറിയും മറിഞ്ഞും, ഉദാഹരണത്തിന് തൃശ്ശൂർ എല്ലാവരും കരുതി ശക്തമായ ത്രികോണ മത്സരം എന്നാണ്. പക്ഷെ അവിടെ CPI വളരെ പുറകിലേക്ക് പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഇപ്പോൾ BJPയും കോൺഗ്രസും തമ്മിലാണ് മത്സരം. കാരണം നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ആ വിവാദം അത് ആളിക്കാൻ വേണ്ടിയിട്ട് CPIയുടെ അന്നത്തെ മുൻ മന്ത്രി സുനിൽകുമാർ അടക്കം കാണിച്ച ആർജവം പോലും ഇപ്പോൾ അവര് അതിന്റെ 4-1 ആർജവം ഇപ്പോൾ കാണിക്കുന്നില്ല. അവിടെ ഏതാണ്ട് അവര് പരാജയം സമ്മതിച്ചതുപോലെ എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അടിയൊഴുക്കുകൾ, ജനങ്ങളുടെ മനസ്സിലിരിപ്പ് എന്താണ്, വോട്ടർമാരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നമുക്ക് കണ്ടെത്തുക പ്രയാസമാണ്. അങ്ങനെ പല മണ്ഡലങ്ങൾ. വട്ടിയൂർക്കാവ് ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ്. ഒരു സംശയം, 3 പേരിൽ ആര് ജയിക്കുമെന്ന് പറയാൻ കഴിയും. വി കെ പ്രശാന്ത് MLA ആണ്, ചെറുപ്പക്കാരനാണ്. പക്ഷെ അദ്ദേഹം കടുത്ത ഭരണവിരുദ്ധ വികാരം നേരിടും. കെ മുരളീധരൻ നേരത്തെ അവിടെ MLA ആയിരുന്ന ആളാണ്. ആ മണ്ഡലത്തിന് അങ്ങേയറ്റം സുപരിചിതനാണ്. വടകരയ്ക്ക് വേണ്ടി കളഞ്ഞിട്ട് പോയി എന്നുള്ള ഒരു ചീത്തപ്പേരാണ് അദ്ദേഹത്തിനെ അവിടെ വലയ്ക്കുന്നത്. പിന്നെ മറ്റൊന്ന്, RSSകാർ വോട്ട് മറിച്ച് പണ്ട് കുമ്മനത്തിനെ നേമത്ത് തോപ്പിച്ചതിന് പകരം വീട്ടുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ട്. ശ്രീലേഖയുടെ കാര്യം പറഞ്ഞാൽ അവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഹൈ പ്രൊഫൈൽ സ്ഥാനാർത്ഥിയാണ്. നല്ല രീതിയിൽ അവർക്ക് മത്സരിക്കാൻ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു. BJPക്ക് 12 കൗൺസിലർമാർ, ഏറ്റവും കൂടുതൽ കൗൺസിലർമാർ BJPക്കാണ് അവിടെ, നമ്മൾ മനസ്സിലാക്കണം. ബാക്കി 2 പേർക്കും 8 വീതം. അവരവരുടെ വാർഡുകളിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നു. ഏറ്റവും കൂടുതൽ നായർ വോട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത് ശ്രീലേഖയ്ക്ക് അനുകൂലമായി വരും എന്ന് BJP കണക്ക് കൂട്ടുന്നു. എന്തായാലും
വളരെ ശക്തമായ മത്സരം നടക്കുന്നു. നല്ലൊരു പോക്കറ്റിൽ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വോട്ടുണ്ട്, മറ്റൊരു ഭാഗത്ത് ഇല്ല, ന്യൂനപക്ഷങ്ങൾ മൊത്തം എടുക്കുകയാണെങ്കിൽ കുറവാണ്, എന്നാലും വോട്ടുണ്ട്, അവർക്ക് വോട്ടുണ്ട്. പക്ഷെ ഒരു 85% ഹിന്ദു വോട്ടുള്ള ഒരു സ്ഥലമാണ്, ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി റോഡ് ഷോ നടത്തിയപ്പോൾ ശ്രീലേഖയെ പ്രത്യേകം വിളിച്ച് മുന്നിൽ നിൽക്കൂ എന്ന് പറയുകയായിരുന്നു. കരമന ജയൻ പോലും കരമനയൊക്കെ പിന്നിലാക്കി. അതെ, അല്ല, അത് കാരണം എന്താന്ന് വെച്ചാൽ അതിന് ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കരമന മണ്ഡലത്തിന്റെ ആ അതിർത്തി എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും, അതായത് രാജീവ് ചന്ദ്രശേഖരനും ശ്രീലേഖയ്ക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കൂടിയാണ് പ്രധാനമന്ത്രി അവരെ രണ്ടുപേരെ മുന്നിലേക്ക് നിർത്തിയത്. അല്ല, എന്തായാലും ഞാൻ പറയണം, അതൊക്കെ BJPയുടെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്ത്രീ എന്നുള്ള പരിഗണന, മുൻ DGP എന്നുള്ള ഒരു പ്രൊഫൈല്, ഇതെല്ലാം ശ്രീലേഖയ്ക്ക് അനുകൂലമാണ്. ശ്രീലേഖ ശാസ്ത്രങ്ങൾക്ക് ആ കൗൺസിലർ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഈ പ്രൊഫൈലൊക്കെ മാറിയേനെ. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതും ഒരു ഗുണമാണ്. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട്. ഈ ത്രികോണ മത്സരത്തിൽ ആര് ജയിക്കും ആര് തോൽക്കും എന്ന് പറയാൻ കഴിയാത്ത ഒരവസ്ഥ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഇക്കുറിയുള്ളത്, രണ്ട് മുന്നണിക്കും വോട്ട് മറിക്കാൻ പറ്റില്ല. അതായത് LDFന് BJP ജയിക്കും എന്ന് കണ്ടാൽ അവരെ വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. അതെ, മണിച്ചിത്ര പൂട്ടിട്ട് ലോക്ക് ചെയ്ത് കളഞ്ഞു. പിന്നെ പണ്ടൊക്കെ ഈ CPM വിരോധം നിമിത്തം BJP വോട്ട് കുറെ കോൺഗ്രസിലേക്ക് പോകുന്ന ഒരു പതിവുണ്ട്. അതൊക്കെ അതെല്ലാം അവസാനിച്ചു. കാരണം ഇത്തവണ നമ്മൾ ജയിച്ചാലും തോറ്റാലും നമ്മളെ വോട്ടും നമ്മുടെ സ്ഥാനാർത്ഥിക്ക് എന്നൊരു നിലപാടിലേക്ക് BJP അതിശക്തമായി വന്നു കഴിഞ്ഞു. അത് നമ്മൾ 2014 മുതൽ കണ്ടു തുടങ്ങിയതാണ്. 2016 അത് വളരെ ശക്തമായി. 19 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 21 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ട്രെൻഡ് അങ്ങനെ തന്നെ നിലനിർത്താൻ BJPക്ക് കഴിഞ്ഞു. അതുകൊണ്ടാണ് BJPയുടെ വോട്ട് ശതമാനം കുറയാതിരുന്നത്. പക്ഷേ 24 വന്നപ്പോഴേക്കും അത് കുതിച്ചു കയറുന്ന 9 മണ്ഡലങ്ങളിൽ BJP ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് കേരളത്തിൽ. അപ്പോൾ അത് ഒരു നിസ്സാര കാര്യമല്ല. ഇക്കുറി BJP ഒരു 20% വോട്ട് പിടിച്ചാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടം നമുക്ക് മാറ്റി വരയ്ക്കേണ്ടി വരും. അതുമാത്രമല്ല, മുന്നണി സമവാക്യങ്ങളെ അത് പൊളിച്ചെഴുതും തീർച്ചയാണ്. ഒരു പ്രധാനമന്ത്രി രണ്ടാമത് വന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ മോദി ഒരു തവണ കൂടെ വരും എന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഒരു 3 തവണയെങ്കിലും വരും എന്നാണ് കരുതിയിരുന്നത്. പക്ഷേ ആസാമിലും ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കും. അതുകൊണ്ടാണ് അമിത്ഷാ വന്നത്. നമ്മളെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മോദി 4 തവണയാണ് തൃശ്ശൂർ വന്നിട്ട് പോയത്. അപ്പോൾ മോദി തരംഗം അതിനെ എങ്ങനെ BJP പ്രയോജനപ്പെടുത്തും എന്നുള്ളതാണ് ഉയരുന്ന ഒരു ചോദ്യം. പാലക്കാട്, തൃശ്ശൂർ, പിന്നെ തിരുവല്ലയുടെ ലൊക്കാലിറ്റി, അതായത് കോട്ടയം തിരുവനന്തപുരം, പിന്നെ തിരുവനന്തപുരം, അങ്ങനെ 4 സ്ഥലങ്ങളിൽ ഈ 4 കേന്ദ്രീകരിച്ചാണ് പ്രധാനമന്ത്രിയുടെ ഫോക്കസ്. അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ വട്ടിയൂർക്കാവിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു. BJP കേരളത്തിലെമ്പാടും ഈ CPM വിരോധം മുൻനിർത്തി വോട്ട് മറിച്ച് കോൺഗ്രസിന് കൊടുക്കുന്ന പതിവ് BJP അവസാനിപ്പിച്ചു. LDFന് CPMന് വിശിഷ്യ BJP ജയിക്കുമെന്ന് കണ്ടാൽ എതിർ പക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നവരുടെ ഒരു തന്ത്രമുണ്ട്. ആ തന്ത്രം ഇത്തവണ പയറ്റാൻ പറ്റില്ല. കാരണം ഓരോ സീറ്റും വിലപ്പെട്ടതാണ്. നെക്ക് ടു നെക്ക് ഫൈറ്റാണ്. നേമത്ത് BJP അനുഭാവികൾ പോലും ഇനി LDFന് വോട്ട് ചെയ്യുന്നത്. കാരണം അവിടെ SDPI പരസ്യമായിട്ട് അവർക്ക് SDPI വോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി എല്ലാവരും കൂടെ കൊടുക്കേണ്ടെന്നൊരു ഇതുണ്ട്. ആവശ്യമില്ലാതെ SDPI കൊടുക്കാമെങ്കിൽ പിന്നെ LDF സ്ഥാനാർത്ഥി അതുകൊണ്ട് ജയിച്ചോട്ടെ, കാരണം ബാക്കി ആരും കൊടുക്കുന്നില്ല എന്നൊരു മനോഭാവം അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതല്ല, CPMന് അതെല്ലാം തിരിച്ചടിയാണ്. ഈ അവസാന ലാപ്പിൽ ഈ SDPI ബന്ധം, അത് രാജേഷ് ജി ഇപ്പോൾ പറഞ്ഞത് വളരെ നന്നായി. അത് വലിയ ദോഷം LDFനും CPMനും ചെയ്യും. കാരണം അതിനകത്തുള്ള ഏറ്റവും പ്രസക്തമായൊരു കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. വർഷങ്ങൾക്ക് മുമ്പ് 2018 നടന്നൊരു സംഭവമാണ് മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിൻ്റെ കൊലപാതകം. അത് സത്യത്തിൽ പ്രചാരണ വിഷയമേ ആയിരുന്നില്ല. എല്ലാ പ്രതികളെയും പിടിച്ചിട്ടില്ല. അതിൻ്റെ വിചാരണ തുടങ്ങിയിട്ടില്ല. വർഷം ഇത്രയായി, ഏതാണ്ട് 6-7 വർഷമാകുന്നു. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അത് ഒരിടത്തും ചർച്ചയാകാതിരുന്ന കാര്യമാണ്. അതിനെ ചർച്ചയാക്കിയത് CPM ആണ്. CPMന് SDPI ബന്ധം, SDPI വോട്ട് വേണം
എന്ന ഒരു സാഹചര്യത്തിൽ, കാരണം വേറെ ഒരു മുസ്ലിം വോട്ടും അവർക്ക് കിട്ടുന്നില്ല. ജമാഅത്ത് ഇസ്ലാമിയുടേതില്ല, കാന്തപുരത്തിൻ്റെ അരിവാൾ സുന്നി എന്നറിയപ്പെട്ടിരുന്ന കാന്തപുരം ഉസ്താദിൻ്റെ ടീമിൻ്റെ വോട്ട് കിട്ടുന്നില്ല, മുജാഹിദുകളില്ല, സുന്നികൾ പണ്ടേ സുന്നികളിൽ ഒരു വിഭാഗമാണ് ഈ കിട്ടിക്കൊണ്ടിരുന്നത്, അത് പൂർണ്ണമായിട്ടും പോയി, മറ്റത് പണ്ടേ ഇല്ല. അപ്പോൾ CPM സത്യത്തിൽ ന്യൂനപക്ഷ വോട്ട്, പിന്നെ ക്രിസ്ത്യൻ വോട്ട്, അതും ഇക്കുറി UDFിലേക്കാണ് ചായുന്നത്. അപ്പോൾ വലിയ രീതിയിൽ CPM അവിടെ ന്യൂനപക്ഷ വോട്ടുകൾ കിട്ടാതെ വന്നപ്പോൾ പ്രതിരോധത്തിലായി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് അതിനുശേഷം പിണറായി വിജയൻ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണവുമായിട്ട് രംഗത്ത് വന്നത്. ആ ആക്രമണം എന്തിനായിരുന്നു എന്ന് ചോദിച്ചാൽ, അവരുടെ കാൽച്ചുവട്ടിൽ നിന്ന് ഒലിച്ചുപോയ തെക്കൻ കേരളത്തിലെ ഹിന്ദു വോട്ടുകൾ, പ്രത്യേകിച്ചും ആറ്റിങ്ങൽ, ആലപ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിലെ ഹിന്ദു വോട്ടുകൾ, പത്തനംതിട്ടയിൽ ഉൾപ്പെടെ ആ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കാൻ, അത് ഈവൻ കൊല്ലത്ത് പോലും അത് സംഭവിച്ചിട്ടുണ്ട്. BJP ക്രമാനുഗതമായിട്ട് അവിടെ 1.5 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് വർദ്ധിപ്പിച്ചു. അപ്പോൾ ഇത് മറ്റാരെക്കാളും നന്നായിട്ട് CPMന് മനസ്സിലാവും. അതുകൊണ്ടാണ് CPM ഈ ഒരു ജമാഅത്ത് ഇസ്ലാമി ആക്രമണം എന്ന രൂപത്തിൽ ഒരു ഹിന്ദു കാർഡ് പുറത്തിറക്കിയത്. പ്രത്യേകിച്ചും നഷ്ടം സംഭവിച്ച ഈ ഈഴവ സമുദായത്തിൻ്റെ വോട്ട് അവരിൽ നിന്ന് BJPയിലേക്ക് പതുക്കെ ചോരാൻ തുടങ്ങിയിരിക്കുന്നു. ആ ചോർച്ചയുടെ വേഗം വർദ്ധിച്ചിരിക്കുകയാണ്. അതാണ് വെള്ളാപ്പള്ളിയുടെ ഭാര്യ പ്രീതി നടേശൻ പറഞ്ഞത്. തീർച്ചയായിട്ടും. അതായത് പണ്ടൊക്കെ വളരെ ചെറിയ തോതിൽ ഒരിടത്ത് ഒരു BJP കാൻഡിഡേറ്റായിട്ട് ഈഴവ സ്ഥാനാർത്ഥി നിൽക്കുന്നു, അത് ഓക്കെ, അയാൾ ഒരു പക്ഷേ ജയിച്ചേക്കാം, അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും വാർഡിലോ പഞ്ചായത്തിലോ ഒക്കെ മത്സരിക്കുകയാണ്, അയാൾക്ക് അനുകൂലമായിട്ട് അവിടുത്തെ ഈഴവരെല്ലാം വോട്ട് ചെയ്തേക്കാം. അത് CPM കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും പുറത്ത് മറ്റ് സ്ഥാനാർത്ഥികൾ, BJPയുടെ സ്ഥാനാർത്ഥികൾ വലിയ തോതിൽ വോട്ട് പിടിക്കുന്നു. CPMന് അപകടം മനസ്സിലായി. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഞാൻ പറയാം, വർക്കലയിൽ സ്മിതാ സുന്ദരേശൻ മത്സരിക്കുന്നു. CPMൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന, നിലവിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ സ്മിതാ സുന്ദരേശനാണ്. അതായത് നാഭീനാള ബന്ധമാണ് CPMുമായിട്ട്. ജനിച്ചു വീണത് CPMനകത്താണ്. ആ സ്ത്രീ നേതാവ്, വനിതാ നേതാവ്, ഒരു രാത്രി വെളുത്തപ്പോൾ CPMുമായിട്ടുള്ള ബന്ധം മുറിച്ചതല്ല. വർഷങ്ങളായിട്ട് അവർ അവഗണനയും അപമാനവും സഹിക്കുന്നു. ഒരു ദിവസം അവരങ്ങ് പൊട്ടിത്തെറിച്ചു. ആ പൊട്ടിത്തെറിയാണ് സ്മിതാ സുന്ദരേശനെ BJPയിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കാൻ വർക്കലയിൽ കൊണ്ടെത്തിച്ചത്. CPM ഞെട്ടിത്തരിച്ചുപോയി. ജോയി നിലവിൽ അവിടുത്തെ കണക്കെടുത്താൽ ജോയി 3ാമതാണ്. ഇന്നലെ ഞാൻ വർക്കല മണ്ഡലത്തിലെ ഒരു ആളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവിനോട് സംസാരിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് പറയുന്നത്, സ്മിതാ സുന്ദരേശൻ ജയിച്ചുകൂടായികയില്ല. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല അപ്പം ജോയിയൊക്കെ 3ാം സ്ഥാനത്താണ്, അപ്പോൾ ജോയി ചിത്രത്തിലേ ഇല്ല എന്നാണ് അയാൾ പറയുന്നത്. എനിക്കറിയില്ല, ഇത് ആ മണ്ഡലത്തിൽ നിന്ന് ഒരു നിഷ്പക്ഷനായ ഒരു മനുഷ്യൻ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് അവിടെ തീർച്ചയായിട്ടും ഒന്നുകിൽ UDF അല്ലെങ്കിൽ BJP, രണ്ടുപേരിൽ ഒരാളെ അവിടെ ജയിക്കുകയുള്ളൂ. ജോയിക്ക് വലിയ രീതിയിൽ നഷ്ടം സംഭവിക്കും. ആ നഷ്ടം അവിടെ ഉണ്ടാക്കി കൊടുത്തത് സ്മിതാ സുന്ദരേശൻ്റെ ഈ ഒരു BJPയിലേക്കുള്ള പ്രവേശനമാണ്. അപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം ഇതവർക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരെങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ട മുസ്ലിം വോട്ട് ബാങ്കിൽ ഒരു ചെറിയ വിഹിതമെങ്കിലും തിരിച്ചു പിടിക്കാൻ അവർ പരിശ്രമിച്ചു. അതിൻ്റെ ഫലമാണ് SDPIയുമായിട്ടുള്ള ഈ ബാന്ധവം. പക്ഷേ ആ ബാന്ധവം അവരെ കൊണ്ടുചെന്ന് എത്തിക്കാൻ പോകുന്നത് വലിയ തകർച്ചയിലേക്കാണ്. പ്രത്യേകിച്ചും അഭിമന്യു വീണ്ടും ചർച്ചയായിരിക്കുന്നു. അത് CPMനുള്ളിൽ, കാരണം എന്താണെന്ന് വെച്ചാൽ CPM ആകെ ആടി ഉലഞ്ഞു നിൽക്കുകയാണ്. അതിൻ്റെ വേരുകളെല്ലാം എവിടെയാണോ ഉറച്ചു നിന്നിരുന്നത് ആ സ്ഥലത്തുനിന്ന് പൊട്ടി അടർന്നു കഴിഞ്ഞു. അങ്ങനൊരു സാഹചര്യത്തിൽ ഈ അഭിമന്യു എന്നൊരു വിഷയം കൂടി ചർച്ചയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അഭിമന്യു കൂടി ഇവിടെ പ്രവേശിക്കുമ്പോൾ, അത് CPMനെ വലിയ പ്രതിരോധത്തിലാക്കും. CPMന് കിട്ടാൻ സാധ്യതയുള്ള OBC, പട്ടികജാതി, പട്ടികവർഗ വോട്ടുകളിൽ വലിയ വിള്ളൽ അതുണ്ടാക്കും എന്ന് തീർച്ചയാണ്. പാർട്ടി അതിന് മറുപടി പറയേണ്ടി വരും. ഈ SDPIയെ പുണരാൻ പോയ CPMന് വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറയുന്ന അനുഭവമായിരിക്കും ഉണ്ടാവുക. ഇതാണ് അവസാന ലാപ്പിലെത്തി നിൽക്കുമ്പോൾ. UDFിൻ്റെ കാര്യം കൂടി, BJP നമ്മൾ ഏതാണ്ട് ചർച്ചയിൽ വന്നു. UDFിൻ്റെ കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം വളരെ പെട്ടെന്ന്. UDFിൻ്റെ പ്രതിപക്ഷ നേതാവാണ് എൻ്റെ ക്യാപ്റ്റൻ.
LDF-ന് പക്ഷേ ഇത്തവണ അങ്ങനെ ക്യാപ്റ്റൻ ഇല്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പാളിച്ച. ഇവിടെ വി ഡി സതീശൻ മുമ്പൊക്കെ അവർ ക്യാപ്റ്റനും കാരണഭൂതനും ഒക്കെ ആയിട്ട് പിണറായി വിജയനെ ഉയർത്തി കാണിച്ചെങ്കിൽ ഇന്ന് അവർ പിണറായി വിജയനെ അങ്ങനെ ഉയർത്തി കാണിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം കടുത്ത പിണറായി വിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന സത്യം CPM-ഉം അംഗീകരിച്ചിരിക്കും. ഇവിടെ വി ഡി സതീശൻ പല വിഷയങ്ങളിലും കത്തിക്കാളുകയാണ്. പല വിഷയങ്ങളും എടുത്തിരുന്നു, സർക്കാരിനെതിരെ നെക്ക് ടു നെക്ക് മത്സരിക്കുന്നു. പക്ഷേ ഇതേ അവസ്ഥയായിരുന്നു രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ. ആ സമയങ്ങളിൽ രമേശ് ചെന്നിത്തലയുടെ ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഇതേപോലെ ഫൈറ്റ് ചെയ്ത് നിന്നതാണ്. അതെ, ഒരുപാട് അഴിമതിയൊക്കെ അദ്ദേഹം എടുത്ത് പുറത്തിട്ടത്. പക്ഷേ ഞാൻ മറ്റൊരു കാര്യം പറയാൻ വന്നത്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്, എത്ര ശരിയാണെന്ന് എനിക്കറിയില്ല. വി ഡി സതീശൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്, ഞാൻ ഹിന്ദുക്കൾക്കോ ഹിന്ദുത്വത്തിനോ എതിരല്ല എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം നടത്തിയതായിട്ട് കണ്ടു. അപ്പോൾ അത് ഞാൻ പറയുന്നത്, അവർക്കെല്ലാം ഈ മുന്നണികൾക്കെല്ലാം ഇപ്പോൾ ഹിന്ദു വോട്ട് വേണം. അത് അസംഘടിച്ച് നിൽക്കുകയായിരുന്നു. അത് ഈ അസംഘടിച്ചൊക്കെ നിന്നിരുന്നു. ഇപ്പോൾ അത് അസംഘടിച്ച് അത് BJP-യിലേക്ക് ക്രമാനുഗതമായി വളർന്നു കയറുകയാണ്. BJP-ക്ക് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടല്ല കിട്ടുന്നത്. ഈ 20% വോട്ടെന്ന് പറഞ്ഞാൽ അത് ഹിന്ദു വോട്ടാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19.72% വോട്ട് കിട്ടിയത് വളരെ കൃത്യമായിട്ട് ഹിന്ദു വോട്ടാണ്. ചിലപ്പോൾ 1% വോട്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ട് കണ്ടേക്കാം. അതിനപ്പുറത്തേക്ക് അതുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ ഇത് 18% വോട്ട് BJP പിടിച്ചു എന്ന് പറയുമ്പോൾ അത് ഹിന്ദു വോട്ടാണ്. ആ 18%-ത്തെ LDF-ഉം UDF-ഉം ഒരുപോലെ ഭയപ്പെടുന്നു. അതാണ് സത്യം. അതായത് ഹിന്ദുക്കൾക്ക് അവരുടെ ഈ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നഷ്ടപ്പെട്ട ഒരു ആത്മാഭിമാനം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് തരാതരം CPM-ഉം കോൺഗ്രസും എല്ലാം ഈ ഹിന്ദു കാർഡ് ഇറക്കാൻ നിൽക്കുന്നത് എന്നുകൂടി നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ഈ പറഞ്ഞതുപോലെ ശക്തമായ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കുട്ടിക്കലാശത്തിന്. അത് കഴിഞ്ഞാൽ ഏതാണ്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ വോട്ടെടുപ്പാകുന്നു. നമ്മളെ സംബന്ധിച്ച് കൂടുതൽ വോട്ടിംഗ് ശതമാനം കൂടെ വന്നതിന് ശേഷം നമുക്ക് കൂടുതൽ ആഴത്തിലേക്ക് പോകാം. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, കേരളത്തിൽ ഫലം പ്രവചനാതീതം. UDF-ന് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയാം, പക്ഷേ LDF-ന് അങ്ങനെ ഒരു അപ്പർ ഹാൻഡ് ഇല്ല. BJP പിടിക്കുന്ന വോട്ടുകൾ ആരെ തോൽപ്പിക്കും എന്ന ആശങ്ക രണ്ട് മുന്നണികളിലും അതിശക്തമായിട്ടുണ്ട്. BJP ജയിച്ചു വരാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ, നമ്മുടെ മാപ്രകൾ പോലും ആശങ്കപ്പെടുകയാണ്. അങ്ങനൊരു സാഹചര്യത്തിലാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വന്നെത്തി നിൽക്കുന്നത്. നമുക്ക് വീണ്ടും വിഷയവുമായിട്ട് വരാം. നന്ദി, നമസ്കാരം.